ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക് വാദിയായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം വ്യാപിക്കുന്നു. ഇൻക്വിലാബ് മോഞ്ചോ മാർച്ച് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ ഇന്നു മുതൽ 3 ദിവസം തുടർച്ചയായി പ്രതിഷേധങ്ങൾ നടക്കും. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ താൽക്കാലിക സർക്കാർ നടത്തിയതാണ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകമെന്ന് ഷെരീഫ് ഉസ്മാന്റെ കുടുംബം ആരോപിച്ചിരുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഈ ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ നേരത്തെ തന്നെ കുടുംബം ഈ നിലവിലത്തെ സർക്കാരിനെതിരെ രംഗത്ത് എത്തിയതാണ്. ഇപ്പോൾ പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നു. പറയും ഏറ്റവും പുതിയ അപ്ഡേറ്റ്. റഖി, ഈ ജെൻസി പ്രക്ഷോഭങ്ങൾക്ക്, ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ ഹാദി ഉസ്മാൻ എന്നുള്ളത്. ഇയാൾ കഴിഞ്ഞ മാസം 12-ാം തീയതി ഇയാൾ റിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ വെടിയേൽക്കുന്നു. 18-ാം തീയതി ഇയാൾ മരണപ്പെടുന്നു. തുടർന്ന് വലിയ പ്രക്ഷോഭം ഇതേ തുടർന്ന് ബംഗ്ലാദേശിലുടനീളം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങളും അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. ഭാരതം അതിൽ പ്രതിഷേധമടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ ഉസ്മാൻ ഹാദിയുടെ കുടുംബം തന്നെ ആ സംശയം പൊതുരംഗത്ത് ഉന്നയിക്കുകയും ചെയ്തു. അതായത് താൽക്കാലിക സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയത് എന്നുള്ള ആരോപണമാണ് ഉസ്മാൻ ഹാദിയുടെ കുടുംബം മുന്നോട്ട് വെച്ചത്. ഇതിൽ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ താൽക്കാലിക സർക്കാരാണ് ബംഗ്ലാദേശിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സർക്കാരിന് ഒരു ശാശ്വതമായൊരു സർക്കാർ അല്ലെങ്കിൽ സ്ഥിര സർക്കാരിലേക്ക് എത്തുവാൻ വേണ്ടി താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും വോട്ടെടുപ്പ് മുടക്കണം. ഈ തെരഞ്ഞെടുപ്പ് മുടക്കിയാൽ മാത്രമേ ഈ താൽക്കാലിക സർക്കാരിന് വീണ്ടും കുറേ കാലം കൂടി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിനു വേണ്ടിയാണ് ഈ ഉസ്മാൻ ഹാദിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആരോപണം നേരത്തെ കുടുംബം ഉന്നയിച്ചിരുന്നു. അതേസമയം ഇതിൻ്റെ മറവിൽ ചില ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ബംഗ്ലാദേശിലെ ചില തീവ്രവാദ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭാരതത്തിന് മേൽ ഈ പഴി അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ചില നീക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നുള്ളത് കുടുംബം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഉസ്മാൻ ഹാദിയുടെ കൊലയാളികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നു മുതൽ 3 ദിവസം ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നത്. ഈ പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്തതനുസരിച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഒരേപോലെ തന്നെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. ഈ 3 ദിവസവും ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകും. പ്രതിഷേധത്തിന് ശേഷം ഒരു കുറ്റപത്രം സമർപ്പിക്കും. ആ കുറ്റപത്രത്തിൽ ആരായിരിക്കും ഈ ഉസ്മാൻ്റെ ഘാതകർ എന്നുള്ള കാര്യം വ്യക്തമാക്കുമെന്നുള്ളതാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ പ്രതിഷേധത്തെ നേരിടുവാൻ വേണ്ടി ബംഗ്ലാദേശ് സർക്കാരും തയ്യാറെടുത്തുകൊണ്ട് ഏതായാലും സംഘർഷ സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നു മുതൽ 3 ദിവസമാണ് ഈ ഹാദി ഉസ്മാൻ്റെ കൊലയാളികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ബംഗ്ലാദേശിൽ ആരംഭിക്കുന്നത്. ശരി നന്ദൻ, ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കടുക്കുകയാണ് ബംഗ്ലാദേശിൽ. വിവരങ്ങൾ നൽകിയത് എസ് നന്ദഗോപനാണ്.